സമയം 5:46 കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ബാക്ക് നിങ്ങൾ കണ്ടില്ലേ? ഈ ഒരു ലുക്കിനെ നമ്മൾ ഏറെക്കുറെ മാറ്റാൻ വേണ്ടി പോണത് ഈ ഒരു തരത്തിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കും ചെറിയ ലുക്കിലേക്കും നല്ല വണ്ടി മാറാൻ പോകണമെന്നുള്ള ഒരു കാര്യം. ഇതേപോലെ ഡിഫ്യൂസർ അതേപോലെ തന്നെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ? M5 കോമ്പറ്റീഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് സുഹൃത്തുക്കളെ നമ്മുടെ BMW സർവീസ് കഴിഞ്ഞിട്ടുള്ള ഡെലിവറി എന്ന് പറയുന്നത്. അതായത് കിറ്റും പെയിന്റിംഗ് ഒന്നും അല്ലാട്ടാ, നമ്മളത് സർവീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, കുറേ കംപ്ലൈൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നറിയാം എൻ്റെ പോക്കറ്റിൽ നിന്ന് എത്ര പൈസ പൊട്ടുന്നുള്ളൊരു കാര്യം. ബാക്കിലേക്ക് നോക്കിക്കോ, നമ്മുടെ പഴയ BMW അലോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ ബാക്കിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടയർ മൊട്ട ടയറായിരുന്നു. അതായത് വിൽക്കാൻ പ്ലാൻ ഉള്ളതുകൊണ്ടായിരിക്കാം അവർ ടയറൊന്നും ശരിക്കും മാറിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കാണിച്ചു തരാം. ഡൽഹിയിൽ നിന്ന് അതേപോലെ തന്നെ അതർ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ എടുക്കണവർക്ക് കിട്ടാൻ സാധ്യതയുള്ള 8ന്റെ പണികൾ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എമൗണ്ട് വരുന്നുണ്ട് BMW ഒറിജിനൽ സ്പെയറിനൊക്കെ. നമ്മൾ ഷോറൂമിലല്ല സർവീസ് ചെയ്ത്, ഇവിടുത്തെ ഒരു അടിപൊളി സർവീസ് സെന്ററിലാണ് സർവീസ് ചെയ്ത്. എന്നിട്ടും നമുക്ക് നല്ലൊരു സർവീസ് കോസ്റ്റ് തന്നെ ശരിക്കും ആയിട്ടുണ്ട്. അവർ മാക്സിമം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കാണ്ടൊരു വണ്ടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് BMW, Audi അതേപോലെ തന്നെ ബെൻസ് ഒക്കെ പോലത്തെ വണ്ടികൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാർട്സിനൊക്കെ എത്രത്തോളം രൂപ വില വരുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഐഡിയ ഞാൻ തരാം കേട്ടോ. കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വെറുതെ സ്കാൻ ചെയ്ത് നോക്കി കുറച്ച് കംപ്ലൈന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മൊത്തമായിട്ട് അഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് കംപ്ലൈന്റ് ഒരെണ്ണത്തിന്റെ പിറകെ ഒരെണ്ണം എന്നൊക്കെ പറയില്ല അത്തരത്തിൽ വന്നത്. ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ പാലേക്കര യൂറോസ്പെക്കിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വേണം നമ്മുടെ കിറ്റും അതേപോലെ തന്നെ പെയിന്റിങ്ങിനൊക്കെ വണ്ടി കയറ്റാനായിട്ട്. അത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലോയ്സ് ഒന്നും ആയിരിക്കില്ല വണ്ടിയിൽ. കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ നമ്മൾ മാറിയ പാർട്സുകൾ ആദ്യമേ നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇത്തരത്തിൽ വണ്ടി സർവീസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോട്ടാ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോറൂം ഓതറൈസ്ഡ് ഷോറൂമിൽ പോയിട്ട് 5 ലക്ഷം പറഞ്ഞ കംപ്ലൈന്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അതിന് പകുതി പ്രൈസിന് ഒറിജിനൽ പാർട്സിൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് സർവീസ് ചെയ്യണമെങ്കിൽ സർവീസ് ചെയ്യാം. അപ്പൊ ആദ്യമേ നമുക്ക് സർവീസ് സെന്ററിൽ പോയിട്ട് നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് നോക്കാം. എൻ്റെ മോനെ, ഞാൻ കുറേ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. ബെൻലിയുടെ തന്നെ 2 ഡോർ ഇവിടെ സർവീസിന് വന്നിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. എന്തിട്ട് ലുക്ക് നോക്കി ഞങ്ങൾ. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. എൻ്റെ പൊന്നെ, ഈ ഒരു വെള്ളക്കാരൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കണ ഈ ഒരു വെള്ളക്കാരാണ് നമ്മൾ പണിയാൻ കയറ്റിയിട്ടുണ്ടാകുന്നത്. ഒരുപാട് പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോധം പോയിട്ട് എന്തൊക്കെ മാറിയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന് മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ആണ്. ഇൻറ്റീരിയറൊക്കെ കംപ്ലീറ്റ്ലി നമ്മൾ ചേഞ്ച് ചെയ്യട്ടെ. ഈ സീറ്റിൻ്റെ കളറൊക്കെ നിങ്ങൾ നോക്കിക്കോ. അതേപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, നമ്മുടെ സ്റ്റിയറിംഗ് വീല്, ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാനുള്ളതാ. ബാക്കിൽ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. നീറ്റായിട്ടാണ് വെച്ചാൽ നമ്മൾ സീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഞാൻ എന്തിനാണ് ഈ പറഞ്ഞ പോലെ തന്നെ ടയർ അലോയ്സും കയറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇതാണ് ഈ വണ്ടിയുടെ ടയറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്തിനാ പറയുക, ടൈല് പോലെയൊക്കെ ആക്കി വയ്ക്കാന്ന് പറയില്ല, അത്തരത്തിലാണ് ഇതിൻ്റെ കണ്ടീഷൻ. ചെത്തിപ്പോയതാണ് കേട്ടോ. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സസ്പെൻഷൻ്റെ ഡാമേജ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ സസ്പെൻഷന് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് അത് ചേഞ്ച് ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടയറിനും ഒരു സൈഡ് മാത്രമായിട്ട് ചെത്തിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടയർ മാറിടാൻ വേണ്ടി പോകാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വർക്കിന് കയറ്റാണെങ്കിൽ പോലും ഒരു വൃത്തിയിൽ കയറ്റാന്നുള്ളൊരു ഇതിലാണ് കണ്ടത്. ഇതിൻ്റെ ഒരു സൈഡ് ചെത്തിപ്പോയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെയും ഒരു സൈഡ് ചെത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെയാണ് ശരിക്കും ടയറുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷേ വണ്ടി മൊത്തത്തിൽ നോക്കി ഞങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും തകരാറുള്ള ഒരു വണ്ടി പോലെ തോന്നുന്നു നോക്കി. അതിന് നീറ്റായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ. എക്സ്റ്റീരിയർ പണി ഫുള്ള് ഉള്ളിലായിരുന്നു മാത്രം. യൂറോസ്പെക്ക് ഇട്ട് മറക്കണ്ട, പാലിക്കരയിലാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറയുന്നത്. എന്ത് കംപ്ലൈൻറ്റ് നിങ്ങളെടുത്ത് പുറത്ത് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ എത്രയ്ക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളും എന്താണ് യഥാർത്ഥ കംപ്ലൈൻറ്റ് എന്നുള്ളതൊക്കെ പറഞ്ഞുതരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്ര മാത്രം വണ്ടികൾ ജർമ്മൻ കാഴ്ച കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് തീരെ പവർ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ശരിക്കും ടയറും കൂടെ മാറ്റിയാലല്ലേ കറക്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഇത് ആ ഒരു ടയർ കണ്ടീഷനിലാണ് നമ്മൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഈ കീ ഒന്നും ശരിക്കും ഇതായിരുന്നില്ല കേട്ടോ. ഇതിന് എഞ്ചിൻ മൗണ്ടിങ്ങിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ? വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഭയങ്കര സ്മൂത്താണ് കേട്ടോ. പവർ എങ്ങനെയുണ്ട്? പവർ കൊടുക്കുമ്പോ നമ്മുടെ AC കാര്യങ്ങളൊക്കെ സെറ്റ് ആയില്ലേ? പിന്നെ ടയർ മാറി കഴിഞ്ഞാൽ കുറച്ച് കംഫർട്ടില് നമുക്ക് ടയർ ഡിക്കിയിട്ടുണ്ട്. 4 ടയർ എടുത്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് സഹിക്കാൻ പറ്റാത്തൊരു കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിംഗ് ഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി ഓഫ് ആവില്ല. അതെന്തിന്റെ പ്രശ്നമായിരുന്നത്? സ്റ്റിയറിംഗിന്റെ ഉള്ളിൽ നമ്മുടെ ടോർക്ക് സെൻസർ ഉണ്ട്. ടോർക്ക് സെൻസർ അത് മാറ്റിയില്ലേ? അതെന്ത് റേറ്റ് ചെയ്യുന്നത്? ആ സാധനത്തിന് എത്ര റേറ്റ് വരുന്നത്? ശരിക്കും റാക്ക് അസംബ്ലിയാണ് വരുന്നത്.
നമ്മള് ടോർക്ക് സെൻസർ റാക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോർക്ക് സെൻസർ മാറ്റി നമ്മൾ. നല്ല റേറ്റ് ഒക്കെ വരും ശരിക്കും. നല്ല റേറ്റ് വരും. റാക്ക് അസംബ്ലി എങ്ങനെ പോയാലും ₹1 വരെ മേലെ. ഡൽഹി വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ആദ്യമേ തന്നെ സ്റ്റിയറിംഗ് മൊത്തം നിങ്ങൾ തിരിച്ചു നോക്കാല്ലേ. അതേപോലെ തന്നെ ആ സസ്പെൻഷന്റെ അടി കാര്യങ്ങളൊക്കെ പോയിട്ടോ. ശരിക്കും ഈ ഒരു റോട്ടിലല്ല, ഒരു പൊട്ട റോട്ടിലേക്ക് ഇറങ്ങിയല്ല. നമുക്ക് ഈ റോഡ് പിടിക്കണ നല്ല നമുക്ക് ഹൈവേയിൽ പോയിട്ട് അപ്പുറത്തുനിന്ന് യൂട്ടൺ തിരിച്ചു വരാം. അതായത് ഇതിന്റെ ഉള്ളിൽ കൂടെ മറ്റേ വഴിയില്ല, നമ്മൾ അന്ന് വഴി. പാലം കയറണേ. നേരെ പാലം കയറിക്കും, കാല് കൊടുക്കും. ജസ്റ്റ് നമ്മുടെ പവർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണ്ട. അന്ന് വണ്ടി 60 മേലെ കയറി ഓർന്നില്ല. ഇങ്ങനെ പോണ്ട വണ്ടിയായിരുന്നു അല്ലേ. എന്തിട്ടത് ഭയങ്കര സ്മൂത്ത് ആയിട്ടാ. മറ്റേ അടി കാര്യങ്ങളൊക്കെ പോയിന്നോണ്ടല്ലേ. സസ്പെൻഷന്റെ കംപ്ലീറ്റ് അടി പോയി. എല്ലാം നമ്മൾ ഒറിജിനൽ അല്ലേ പുതിയതല്ലേ? ഓക്കെ. ഒരു സസ്പെൻഷനൊക്കെ ഏകദേശം എത്ര റേഞ്ച് വരും ബ്രോ? നമ്മൾ ഇട്ടിട്ടുള്ളത് ഇപ്പോ ഷോക്ക് അബ്സോർബർ നമ്മൾ ഇമ്പോർട്ടഡ് മേക്കാണ് ഇട്ടിട്ടുള്ളത്. ഒരു 13,500 14,500 ആ റേഞ്ച്. ആ റേഞ്ച് എന്തായാലും വരില്ലേ. അപ്പൊ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഹൈവേയിൽ മാത്രമല്ലാണ്ട് ഈ പറഞ്ഞ ഓഫ് റോഡ് പോലത്തെ വഴികളും കൂടെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അടി കാര്യങ്ങളൊക്കെ വരും. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റി എന്നുള്ളത് നമ്മൾ കാണിക്കാം. ബേസിക് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഈ ഇഷ്യൂസ് ആയിരുന്നു AC, സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ സസ്പെൻഷൻ. ഇതൊക്കെ നമ്മൾ ശരിയാക്കി ഉണ്ടായിരുന്നു. AC-യുടെ എന്തായിരുന്നു ബ്രോ പ്രശ്നം? AC-യുടെ നമ്മുടെ കംപ്രസർ സ്റ്റക്ക് ആയിട്ട്, അതായത് നമ്മൾ കൃത്യമായിട്ട് കംപ്രസറിൽ ഓയില് ഗ്യാസ് ഇതൊക്കെ കുറഞ്ഞു ഓടിച്ചിട്ടേ ചെക്ക് ചെയ്യാണ്ട് വന്നിട്ടുള്ള കംപ്ലൈന്റ് ആണ് അത്. കംപ്രസറൊക്കെ പോയി കഴിഞ്ഞാൽ കംപ്രസർ ഫുൾ സ്റ്റക്ക് ആയിരുന്നു. നമ്മുടെ ഫുൾ സ്റ്റക്ക് ആയിരുന്നു കാരണം എന്ത് റേറ്റ് ആവും? മീൻസ് കംപ്രസർ നമുക്ക് ഒരു ₹38 1 ഇയർ വാറണ്ടി ഉള്ള കംപ്രസറിന് വരും. അത്ര റേറ്റ് വരുന്നുണ്ടല്ലേ? 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉള്ള കംപ്രസർ. അതായത് നിങ്ങൾ AC ഓൺ ചെയ്യുന്ന സമയത്ത് തണവില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഗ്യാസ് ഇല്ല എന്നുള്ളതല്ല കേട്ടോ. അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊക്കെ പൊതുവേ ഇത്തരത്തിലുള്ള F10 മോഡലുകൾക്ക് കൂടുതലാണല്ലോ. AC-യുടെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊക്കെ. AC-യുടെ അത് നമ്മൾ ഗ്യാസ് കറക്റ്റ് ടൈമിൽ AC ഗ്യാസ്, AC ഓയില് ഇതൊന്ന് ചെക്ക് ചെയ്യാണ്ട് ഓടിക്കുമ്പോഴേ പെട്ടെന്ന് ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടി തന്നെയാണോ നിങ്ങൾ എടുക്കണെന്നുള്ള കാര്യങ്ങൾ ഉറപ്പ് വരുത്താട്ടാ. ഇതിപ്പോ സ്റ്റിയറിംഗ് ഇനി കുറച്ച് ഇഷ്യൂ വരുന്നില്ലല്ലോ? ഇല്ല. ഞാനിത് നമുക്ക് എന്താ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിയറിംഗിന്റെ ഒരു ഇത് വെള്ളം നമ്മൾ ഓവർ വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ റാക്കിന്റെ ഉള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാല് അങ്ങനെയാണ് ഇതിന് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് ആവുക ചാൻസ് ഉള്ളത്. ഇത് വേറെ തുരുമ്പൊന്നുമില്ലല്ലോ. ഫുള്ള് നമ്മൾ സർവീസ് ചെയ്ത് ഇറക്കി. ഇതിന്റെ കൂട്ടത്തില് ടയറും കൂടെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഓടിക്കാൻ കുറച്ചും കൂടി കംഫർട്ട് കിട്ടുന്നുണ്ട്. പക്കയായിരിക്കില്ലേ വണ്ടി? ഇപ്പൊ തന്നെ ഓൾറെഡി സ്മൂത്ത് ആണ് കേട്ടോ. വേറെ സ്റ്റിയറിംഗ് വൈബ്രേഷൻ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ആ കൂടി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ടയറിന്റെ ചെറിയൊരു പിടുത്തം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും ടയർ മാറിയിട്ട് വേണം നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ മാറി എന്ന് കൂടെ നമുക്ക് നോക്കാം. അതിന് ഫ്രണ്ടിലത്തെ 2 സസ്പെൻഷൻ, ഫ്രണ്ട് 2 ഷോക്ക് അബ്സോർബർ, ഓക്കെ, അവസ്ഥ ഫുള്ള് കംപ്ലീറ്റ്ലി പോയിട്ടല്ലേ. പിന്നെ AC-യുടെ കണ്ടൻസർ ഫുള്ള് പോയി. ഇതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് ഒറിജിനൽ അല്ലേ? പിന്നെ AC കംപ്രസർ. അതാണ് കംപ്രസർ. AC കംപ്രസർ ആണ്. ഇത് നമ്മൾ പെൻസിൽ മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം പോലത്തെ സംഭവം. പിന്നെ ഇതൊക്കെ നമ്മുടെ ആംസ് അല്ലേ? സസ്പെൻഷൻ, ലോവർ ആം, സ്ട്രട്ട് മൗണ്ട് ഐറ്റംസ് ശരിക്കും സസ്പെൻഷന്റെ ഭാഗത്ത് തന്നെ മാറിയിട്ടുണ്ട്. സസ്പെൻഷന്റെ ഭാഗത്ത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ബാക്കിന്റെ ഡിക്കിയുടെ കേസ് പറഞ്ഞു. ഡിക്കിയുടെ ഷോക്ക് അബ്സോർബർ കൂടി മാറിയിട്ടുണ്ട്. ഡിക്കി തുറന്നു നോക്കിയാൽ മറ്റത് ഒരു തെറിച്ച് മറ്റേ മോത്തിക്ക് ഇടിക്കാൻ വരണ പോലെ അതിന് ഏകദേശം എത്ര റേറ്റ് വരും? അതിന് ഏകദേശം 500-800 അത്ര റേഞ്ച് ഉണ്ടല്ലേ? കാരണം നമ്മുടെ ഇപ്പോഴത്തെ എഞ്ചിൻ റൂം എന്ന് പറയുന്നത് കേട്ടോ കംപ്ലീറ്റ്ലി, അതായത് ഇത്തരത്തിലുള്ള എല്ലാ വർക്കുകളും നമ്മുടെ കഴിഞ്ഞു. ഇനി ആകെ കൂടിയുള്ളത് ഇന്റീരിയർ ആണ്. ഒന്നുകൂടെ ജസ്റ്റ് അടച്ച പ്രസ് ചെയ്യട്ടെ. ഒന്നടിച്ച് ഗ്ലാസ് പൊട്ടണ അവസ്ഥയായിരുന്നു അല്ലേ? അപ്പൊ അതൊക്കെ മാറ്റിയിട്ടാ. ഇനി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെയിന്റിങ്ങും അതേപോലെ തന്നെ ബാക്കിയുള്ള വർക്കുകളും, ടയർ ചേഞ്ച്, അലോയ് ചേഞ്ച്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഇതൊക്കെ മാറി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കംപ്ലീറ്റ്ലി വർക്ക് കഴിയും. അത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ വണ്ടി എങ്ങനെയാണ് ഞാൻ ഇറക്കാൻ പോകണമെന്ന് ഇവർക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ അല്ലേ? ആർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇത് എന്താണ് ചെയ്യാൻ പോകണമെന്നുള്ളൊരു കാര്യം. ഇതിൽ ഇവിടെ എടുത്ത് പറയാനുള്ള ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ലിറ്റർ 6 സിലിണ്ടർ ആണ് ഇവിടെ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. 1 2 3 4 5 6 സിലിണ്ടറാണ്. അമ്മാതിരി മഹാരക പവറും അതിനനുസരിച്ചുള്ള ബ്രേക്കിങ്ങും വേറെ ലെവലൊരു മുതലാണ് കേട്ടോ. പണി കഴിയുമ്പോഴാണ് ശരിക്കും ഈ ഒരു മുതലിനെ ആ ഒരു ലുക്കിലേക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നോർമലായിട്ടുള്ള ഒരു കാറ് എന്തായാലും വലിയ അലമ്പൊന്നുമില്ല. ഇനി വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. കുറേ പൈസ പൊട്ടിയിട്ടാ. അപ്പൊ നിങ്ങൾ ഈ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങളെ പൊട്ടാനുള്ള ഒരു സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാട്ടിട്ടുണ്ട്. ഇതാണ് ഡിക്കിയുടെ സ്പ്രിങ്. ഇതിന് 500 രൂപ ഉണ്ടല്ലേ? ഇതിൻ്റെ ഉള്ളിൽ എന്താ ശരിക്കും സെറ്റപ്പ്? ചെറിയൊരു ഷോക്കപ്പ് തന്നെ അല്ലേ? ഇത് രണ്ടും പോയി. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? ഈ ഒരു സംഭവത്തിന് മാത്രം 6000 രൂപ ഗ്ലാസ് പോയി കഴിഞ്ഞാൽ വേറെ എമൗണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഡിക്കൊക്കെ തുറക്കുന്ന സമയത്ത് ഒറ്റ ഡിക്കൊക്കെ തുറക്കണമെങ്കിൽ ഇതാണ് എന്റെ കംപ്ലൈന്റ്. ഏകദേശം 6000 രൂപയുടെ പണിയാണ് അത് എന്ന് പറയുന്നത്. ബ്രോ വേറൊരു കേസ് ഉണ്ട്. ഞാൻ അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു
ഇത്തരത്തിലുള്ള കാറുകൾക്ക് എന്തെങ്കിലും വലിയ മേജർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കിയിരുന്നു. ഏതൊക്കെ കാറുകൾ ചെയ്യണത്? നമ്മൾ കൂടുതൽ ജർമ്മൻ കാറുകളാണ്. അതല്ലേ, കൂടുതൽ ലക്ഷറി കാറുകളാണ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. എല്ലാവിധ പാർട്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതിപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും, ഇനി യൂസ്ഡ് ഉണ്ടാവോ, ഇനിയിപ്പോൾ ബ്രാൻഡ് ഉണ്ടാവോ, അവർ പറയണതനുസരിച്ച് കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ ചെയ്യും. ചിലർ പറയും യൂസ്ഡ് മതിയാവും, അപ്പൊ അത് ചെയ്യാം. പിന്നെ ചിലർ പറയും ഇമ്പോർട്ടഡ് മേക്ക് മതിയാവും, അങ്ങനെ ചെയ്യാം. അത് തായ്വാൻ കുറെ മേക്കുകളുണ്ടല്ലോ, അതിനനുസരിച്ച് നമുക്ക് ചെയ്തു എന്താണ് ചെയ്യാം. അതായത് ഇവര് സർവീസ് ചെയ്യുന്ന കാറുകളെ പറ്റിയിട്ട് ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതായത് ബെൻലി, പിന്നെ ജാഗ്വാർ, ഇതേവിടെ ലാൻഡ് ക്രൂസർ, എല്ലാവിധ വണ്ടികളും ഇവിടെ സർവീസ് ചെയ്താൽ നോട്ട് ചെയ്ത് വെച്ചോ. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കണം, ഒരു ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ പോക്കറ്റ് കയറും. അത് ഫുള്ള് ഇവിടെ സർവീസിന് വന്നിട്ടുള്ള ഒരു വണ്ടികളാണ്. സർവീസ് സെന്റർ അടിപൊളിയാണ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ റിവ്യൂവിൽ നിങ്ങൾ വായിച്ച് നിങ്ങൾ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. സർവീസുകൾ എന്ന് പറയുന്ന സമയത്ത് മെക്കാനിക്കൽ വർക്കുകൾ മാത്രമാണോ, മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ? മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, എ സി അങ്ങനെയുള്ള എല്ലാം, പെയിന്റിങ്, ബോഡി കിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇവരുടെ സ്ഥലം ഒന്നും കൂടെ ഞാൻ പറയാം. പാലിയേക്കര ടോള് കഴിഞ്ഞിട്ട് യൂസ് പെക്കുന്ന അടിച്ചാൽ മതി. അതായത് MGയുടെ ഷോറൂം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 മീറ്റർ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് കാണാം കേട്ടോ. മുമ്പിൽ തന്നെ കുറെ കാറുകൾ ഇട്ടുണ്ടായിരിക്കും. എഞ്ചിൻ ഓവർഹോളിംഗ് ഉണ്ട്, ട്രാൻസ്മിഷൻ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഓവർഹോളിംഗ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. എന്തിനും ഏതിനും യൂറോസ്പെക്. അപ്പൊ എന്തായാലും താങ്ക്സ് ബ്രോ. ഞാൻ ഇനി പുതിയ കാറുകളൊക്കെ ആയിട്ട് വരും. സമയം 5:46 കേട്ടോ. ഈ ഒരു വണ്ടിയുടെ ബാക്ക് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ലുക്കിനെ നമ്മൾ ഏറെക്കുറെ മാറ്റാൻ വേണ്ടി പോണത് ഈ ഒരു തരത്തിലേക്കായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ ഇട്ടിട്ടുണ്ടായിരിക്കും ചെറിയ ലുക്കിലേക്കും നല്ല വണ്ടി മാറാൻ പോകണമെന്നുള്ള ഒരു കാര്യം. ഇതേപോലെ ഡിഫ്യൂസർ, അതേപോലെ തന്നെ ടൈലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, M5 കോമ്പറ്റീഷൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കൺവേർഷൻ, അതായത് കിറ്റും പെയിൻറ്റിംഗ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് പാലേക്കരയിൽ തന്നെയുള്ള ഡബ് റോഡേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് ബ്രോ. അപ്പോൾ ഇതാണ് നമുക്ക് മാറ്റി തിരിച്ചറിയാത്ത പോലെ ആക്കി തരേണ്ടത്. നമ്പർ മാത്രം 45 നിൽക്കണം, ബാക്കിയൊക്കെ മാറണം. നമുക്ക് ഏതാണെന്നാണ് ഞാൻ ഡൗട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പോലത്തെ ബാക്കും ഫ്രണ്ട് ലുക്ക് സെയിം ആയിട്ട് നിലനിർത്താൻ പറ്റും. നമുക്ക് M5 ഇൻസ്പയർഡ് കിറ്റ് വരുന്നുണ്ട്, നോർമൽ ഇതിൽ വരുന്ന M5 ആയിട്ടുള്ള ആ ടൈമിൽ, അതായത് നമ്മുടെ മറ്റേ പച്ച, നമ്മുടെ ഗ്രീൻ BM പോലത്തെ അത് വേണ്ട. നമുക്ക് ഫ്രണ്ടിൽ അധികം മോഡിഫിക്കേഷൻസ് വേണ്ട. നമുക്ക് ബമ്പർ മാറ്റാം, ബാക്ക് അതേപോലെ ആയിരിക്കണം, ടെയിൽ ലൈറ്റ് മാറണം, ബാക്കിലത്തെ ലുക്ക് മാറണം. നമുക്ക് ചേഞ്ച് ചെയ്യാം, ഹെഡ്ലൈറ്റ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഹെഡ്ലൈറ്റ് അങ്ങനെ ഇരുന്നോട്ടെ മതി. അപ്പോൾ നോർമൽ വരുന്ന M5 കൺവേർഷൻ കിറ്റാണ് നമുക്ക് അടിപൊളിയായിട്ട്. ബാക്കിൽ നിന്ന് വേറെ, ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്ന് വേറെ ലെവലായിരിക്കണം. അതേപോലെ തന്നെ ഈ കാണുന്ന സീറ്റ് ഉണ്ടോ, ഈ ചെളി പിടിച്ച് കിടക്കുന്ന സീറ്റ്, ഇതെല്ലാം നമുക്ക് ബ്ലാക്കിലേക്ക് മാറ്റണോ റെഡിലേക്ക് മാറ്റണോ, ഏതാ വേണ്ടേ? ബ്ലാക്ക് ആയിരിക്കും സ്യൂട്ട്, ബ്ലാക്ക് അല്ല അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, നമുക്കൊരു ലൈറ്റ് ഗ്രേ കളർ, കംപ്ലീറ്റ് ലൈറ്റ് ഗ്രേ കോമ്പിനേഷൻ കൊടുക്കാം. എനിക്ക് ബ്ലാക്ക്, കാരണം എന്താ വെച്ചാൽ മറ്റേ വണ്ടിയുടെ സെയിം കളറാണ്. ബ്ലാക്ക് അടിച്ചാലോ ഐഡിയ ചെയ്യാലോ. അതേപോലെ സ്റ്റിയറിംഗ് വീല് എടുത്ത് കളഞ്ഞേക്ക്. ഈ സ്റ്റിയറിംഗ് വീലിൽ ഇത് നമ്മൾ ഡെലിവറി എടുക്കാൻ വരുമ്പോൾ ഇത് വേണ്ട, ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വേണ്ട. നമുക്ക് നല്ലൊരു അടിപൊളി സാധനം, ഒരുപാട് വില ആവാൻ പാടില്ല എന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലുത് വേണ്ട. ഒരു വട്ടം ഞാൻ വെച്ചിട്ട് പണി കിട്ടിയതാ, ആ ഒരു റേഞ്ചിൽ മതി. നമുക്ക് അത്യാവശ്യം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കേൾക്കണം, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം ഉള്ളത്, വയർലെസ് ആയിക്കോട്ടെ. പിന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് റിവേഴ്സ് അടിക്കുമ്പോൾ സെൻസർ അല്ലേ ഉള്ളതിൽ, അപ്പൊ അത് കംപ്ലീറ്റ്ലി മാറ്റാം. സീറ്റ് മാറ്റേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ റൂഫ് കണ്ടില്ല, പീൽ ഓഫ് ആയി എടുക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ ചെയ്യും, ബ്ലാക്കിലേക്ക് എന്തായാലും കൺവേർട്ട് ചെയ്യാൻ പോവാ. അതുകൊണ്ട് തന്നെ നമ്മളത് ശരിയാക്കി ഉണ്ടാവില്ല. കണ്ടില്ലേ ആ കാര്യങ്ങൾ, ഈ തൂങ്ങി കിടക്കുന്ന സംഭവങ്ങൾ ശരിക്കും ഇതിന് കോമൺലി വരുന്നൊരു ഇഷ്യൂ ആണ് കേട്ടോ. ഇത് കംപ്ലീറ്റ്ലി നമുക്ക് ചെയ്യണം. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാണുന്ന സ്റ്റിയറിംഗ് വീല് ഏതാടാ നമുക്ക് ഇതിൽ നോർമൽ വരുന്ന M5 ഒരു കൺവേർഷൻ വരുന്നുണ്ട്. ഒരു 7 ടൈപ്പ് വരുന്നുണ്ട്. 7 ടൈപ്പ് വലിയ കുഴപ്പമില്ലാത്ത സ്റ്റാർട്ടിംഗ് പ്രൈസ് 28 ആണ് മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ്. കണ്ടു കഴിഞ്ഞ വണ്ടി അവിടെ ചെയ്താ അങ്ങടെ എന്റെ വണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാർ പറയണം അല്ലേ. കളറ് ഞാൻ പറയണില്ല, നമ്മൾ ഓൾറെഡി സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എല്ലാവർക്കും കുറെ പ്രതീക്ഷകളുണ്ടായിരിക്കും, പ്രതീക്ഷകളൊന്നും നശിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് പെയിന്റ് അടിച്ച് തരണം. ബാക്കി എല്ലാ ടെക്നിക്കൽ പരമായിട്ടുള്ള സർവീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെക്കാനിക്കൽ ഇനി വർക്കുകളൊന്നും ഇല്ല. ചെയ്ത് തരില്ലേ? ഓക്കെ. അതേപോലെ ഈ ഹെഡ്ലൈറ്റ് വീലൊക്കെ നമുക്ക് ഊരിക്കളയാം. അടിപൊളി വീല് തൽക്കാലം നമുക്ക് കമ്പനി വീലിടാം. എനിക്ക് എന്തായാലും വീഡിയോ വഴി നല്ല രീതിയിൽ അലോയ് വിൽക്കുന്ന ടീമോട് പരിചയപ്പെടുത്തണം. അപ്പോൾ അലോയ്സ് ആ ഒരു സെക്ഷന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുക. ടയർ ഞാൻ കൊണ്ടുവന്നിട്ട് തരാം, ഹാരിയറിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ടയറുകൾ. അപ്പോൾ ആ ടയർ കയറ്റാം. പിന്നെ ബോണറ്റും നമ്മൾ മാറില്ലല്ലോ, എന്തൊക്കെ മാറാം? ബമ്പറിൽ വരുന്ന എല്ലാ എല്ലാ ഐറ്റംസും മാറും. ഒന്നും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. മീൻസ് സ്കേർട്ട് വരുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് അടിപൊളിയാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ കൊടുക്കുമ്പോഴുള്ള വർക്കുകൾ എന്ന് പറയുന്നത്. ഇതിന് പുറമെ നമുക്ക് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ, അതായത് ആംബിയൻറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് വേറെ ടീമിന് അത് നിങ്ങൾ ചെയ്യണ്ട ആണോ? അപ്പോൾ അത് ഇവിടെ ഉൾക്കൊള്ളിച്ചാൽ നമുക്ക് ലാസ്റ്റ് ഞാൻ
മറ്റേ ബി എം നോക്കേണ്ടി വരും ഇത് പണിയാൻ ഇല്ലല്ലോ. വെറും 8,000. 8,000. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിലാണ് ശരിക്കും നമ്മൾ മാറ്റിയ കാര്യങ്ങൾ കീ എടുത്തിട്ട് വരാം. അതായത് കംപ്ലീറ്റ്ലി പറഞ്ഞ പോലെ തന്നെ പാർട്സും ഡിക്കിയിലിട്ടാണ് ഞാൻ നടക്കണത്. നോക്കിയ ഇത്ര ഐറ്റംസ് മാറേണ്ടി വന്നു. അത് പോലില്ല, അതൊക്കെ ശരിയാക്കി ഒരു കുന്ന ഐറ്റംസ് ആയിരുന്നു. എല്ലാ പാർട്സും മാറ്റി. ഇനി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലും അക്രമമായി വണ്ടി തരണം. ഇതൊരു ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുക്കുന്ന അതേ ഫീൽഡിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതെ അല്ലേ. ഇതെങ്ങനെ ഇത് ഏതാ വണ്ടി? 525 തന്നെ. ഇത് 7 സീരീസ് ആണോ? ഇത് വർക്കിന് വന്നതാണ്. ആണല്ലേ. ഇതേതാ? ഇത് 5 സീരീസ് ആണ്. ഇത് ബാംഗ്ലൂർ കൺവേർഷൻ ചെയ്തതാണ്. അപ്പൊ അതിലൊരു കുറച്ച് ഫോൾട്ടുകളുണ്ട്, ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാണല്ലേ. പിന്നെ നമ്മുടെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വീല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാണിച്ചു തരാം. അതായത് ഞാൻ ഉദ്ദേശിച്ച ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എനിക്ക് ഏകദേശം ഈ സൈസ് മതി ബ്രോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റണ്ണിങ്ങിൽ ഭയങ്കര വൈബ്രേഷനാണ്. നമുക്ക് പിന്നെ വിസിബിലിറ്റി കുറവാണ്. നമ്മുടെ മുഖമൊക്കെ കാണുന്നത് 35 ചെയ്യാം. 35 ആ ഒരു റേഞ്ച് വരുന്നുണ്ടല്ലേ. അതേപോലെ സ്റ്റിയറിംഗ് വീൽ ഇതേപോലത്തെ ആണെങ്കിലോ ഇതൊരു നമുക്കൊരു 45 ചെയ്യാം. ഒക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെടാ. അവസാനം ഞാൻ ഒരു വെട്ടി കുറയ്ക്കലുണ്ട്. അപ്പൊ ഇതേപോലത്തെ ഒരു സ്റ്റിയറിംഗ് ഇനി ഇതിന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കേരളത്തിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് എല്ലാ ആക്സസറീസും. അത് ഞാൻ വീഡിയോ ഡെലിവറി എടുക്കുമ്പോൾ ഞാൻ പറയാം. നിങ്ങളുടെ വർക്ക് നോക്കിയിട്ട് ഇതാണോ നമ്മൾ പറഞ്ഞ സീറ്റിന്റെ കളറ്? ബ്ലാക്ക് അല്ല, നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടുകഴിഞ്ഞാൽ ഇതുപോലെ ഇത് ഏതാ വണ്ടി ഇത് വെക്കണ ആൾക്കാർ. അതേപോലെ തന്നെ നമുക്ക് സ്പോയിലർ ഒരെണ്ണം വേണം. നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യാറുണ്ട്, പക്ഷെ പണി കഴിയുമ്പോൾ സ്പോയിലർ നമുക്ക് കിട്ടാറില്ല. ഇതിലെങ്ങനത്തൊക്കെ ഭംഗി. അത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റിൽ വരുന്ന G30 വരുന്ന ഒരു മോഡൽ സ്പോയിലർ വരുന്നത്. എന്ത് റേറ്റ് ഉണ്ട്? അതില് ഒരു 4 ടൈപ്പ് ഉണ്ട്. ഒരെണ്ണം പക്ക G30 സെയിം ലുക്ക് കൊടുക്കുന്ന ഒരു മോഡലാണ്. ഓ, അത് ഉയർന്നു നിൽക്കണ പോലീസ് അല്ല, അത് നോർമൽ ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്നതാണ്. ഒരുപാട് അടിപൊളിയായിരിക്കില്ല. അതാണ് ഏറ്റവും ബെറ്റർ. അത് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതാണ്. അത് ചെയ്യാം. അപ്പൊ അതന്നെ ആ ഒരു വണ്ടി നമ്മൾ ആ ഒരു സംഭവം ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെയിം ട്രാൻസ്ഫറിങ്ങോട് കൂടിയിട്ട് കളർ ചേഞ്ചിങ് കുറേ പണികളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതായത് എത്ര ദിവസം കൊണ്ട് എനിക്ക് ചെയ്തു തരും? ഇപ്പൊ നമുക്കൊരു ടൈം ഒരു ഇതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർക്കായി. ആദ്യം നമ്മളൊരു 15 ഡേയ്സിൽ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഒരുപാട് വർക്ക് ഉള്ളതിന്റെ പേരിൽ ആൾക്കാർ വണ്ടി കൊണ്ടുവന്ന് പെട്ടെന്ന് സർവീസ് ചെയ്ത് കൊടുക്കില്ലേ? അപ്പൊ അതൊരു ടൈം ഇപ്പൊ നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ ഒരു ടൈം ഒരു പ്രധാന ഘടകമാണ്. മിനിമം ഒരു 20 ഡേയ്സ് വേണം. 1 മന്ത് ആണ് ഇപ്പൊ നമ്മൾ നോർമലി. ജനുവരി ഒരു 10 ഞാൻ വരട്ടെ. എൻ്റെ ഒന്ന് മാക്സിമം സെറ്റാക്കിയായിട്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ഇനി വേറെ എവിടേക്കൊക്കെ പോകേണ്ടി വരും ദിവസങ്ങൾ കഴിയാൻ വേണ്ടിയിട്ട്. ജനുവരി 10 മാക്സിമം സെറ്റാക്കി ആയിട്ട്. അപ്പം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുകയാണ് വണ്ടിയുടെ കീ. അടിപൊളിയാക്കിയിട്ട് എനിക്ക് കീ തിരിച്ചു തരാം, വണ്ടി തിരിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടെ ഈ ഒരു വണ്ടീനെ ഇട്ടിട്ട് പോകാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറയണത്. അതേപോലെ തന്നെ ഇവിടെയും നിങ്ങളെ കാണിക്കാം. ഇതൊക്കെയാണ് ഇൻറ്റീരിയർ എന്ന് പറയണത്. അതേപോലെ ഇതാണ് ബാക്കിലത്തെ ലുക്ക് എന്ന് പറയണത്. അതേപോലെ തന്നെ സൈഡ് ലുക്കും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് സൈഡ് ലുക്ക്. റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക്. ഈ ഒരു വണ്ടീൻ്റെ ഫ്രണ്ട് ലുക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് 20 ദിവസം വേണമെന്നാണ് അവർ ശരിക്കും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ, ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ പാർട്ട് 2 എന്ന് പറയുന്നത്. പാർട്ട് 3 വേറെ ലെവലായിരിക്കും. എല്ലാവരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു വീഡിയോയിലാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലോ ആ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ള ആ ഒരു വീഡിയോയിലാണ്.